നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലഞ്ച് സെറ്റാക്കണം. അപ്പോൾ അരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പച്ചക്കറികൾ വളരെയധികം കുറവാണ്, കാരണം വീക്കെൻഡ് ആവുന്നതേ ഉള്ളൂ. വീക്കെൻഡിലാണ് നമ്മൾ പുറത്ത് പോയി പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒരു സാമ്പാർ വെക്കാം, അതും ഒരു ബാച്ചിലേഴ്സ് സാമ്പാർ. കാരണം എനിക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് പണ്ടേ താല്പര്യമില്ല. എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ ഒരു രീതിയിൽ ഞാൻ കുക്ക് ചെയ്യും. അത്യാവശ്യം ടേസ്റ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് ബാച്ചിലർ സാമ്പാർ എന്നും പറയാൻ കാരണം തന്നെ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ചിടുക, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വേവിച്ചെടുക്കും. അതിൻ്റെ വെന്തൊന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞൊഴിക്കും. പിന്നെ നമ്മൾ എണ്ണയിൽ കടുക്, വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതിടാം, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയില്ല, മല്ലിപ്പൊടി, മുളക് പൊടി ഇടും, കായവും കൂടി ഇടാം. കായം തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ കായം ഇടാനത്. എന്നിട്ട് ഇതുപോലെ താളിച്ചൊഴിക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യും. ആക്ച്വലി കുക്കിംഗ് എപ്പോഴും ഒരു സർവൈവൽ സ്കില്ല. അത് ബോയ്സ് എന്നോ ഗേൾസ് എന്നോ ഇല്ല. നമ്മൾ നാട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് മാറുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് മനസ്സിലാവുന്നത്. ഞങ്ങളുടെ കേസിൽ എനിക്ക് മാത്രമാണ് കുക്ക് ചെയ്യാൻ അറിയാവുന്നത്. പിന്നെ ഞാൻ എങ്ങനെ കുക്കിംഗ് പഠിച്ചു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം.